ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതായിട്ട് എല്ലാവർക്കും സാധനം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ തമ്മിലാണ് അതുപോലെ ക്രക്സ് റീസ്റ്റോർ മാക്സിമം പുതിയ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. ചേച്ചിൻ്റെ അവസ്ഥ അവരുടെ വന്നിട്ട് ഭയങ്കര ദയനീയമാണ്. എല്ലാം ദൂരം പഠിച്ച് നാശകഷ്ടമായ അവസ്ഥയാണ്. ഇത് ബാക്ക് വീലിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ SDVയിലാണ് വരുന്നത് ഉണ്ടല്ലോ, എല്ലാം മാറ്റി അതും കയറ്റിയിട്ടുണ്ട്. ബാക്കിൽ 16 ഇഞ്ച് മോട്ടോയുടെ സെറ്റപ്പാണ് വരുന്നത്. അതിന് ഫീനിക്സിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. എല്ലാം കൊടുത്ത് വണ്ടി സ്റ്റാർട്ടും ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് NS ഡിസ്ക് സെറ്റാണ് വരുന്നത്. അപ്പം നമ്മൾ കയറ്റിയിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി RX മലയാട് വരും. വണ്ടി സ്റ്റാർട്ടായാലും വരും. ഇപ്പം എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കയറ്റി വെക്കണം, വയറിങ് കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ ത്രോട്ടിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രക്സിൻ്റെ റീസ്റ്റോറേഷൻ്റെ വർക്കാണ് കേട്ടോ. ഓൾമോസ്റ്റ് കഴിയാറായി. ഹെഡ് കയറ്റി വെക്കണം. ഞാൻ പറഞ്ഞ പോലെ RX ലുക്കിലാണ് പണിയുന്നത്. അതിൻ്റേതായ പരിപാടികളെല്ലാം ഉണ്ട്. ഫ്രണ്ടിൽ NS ഡിസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അടുത്ത കണ്ടു നോക്കാം. പിന്നെ വേറെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത വർക്ക് നോക്കാം. ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ത്രോട്ടിൽ ചെറിയ പരിപാടി, ഫ്രണ്ട് ഡിസ്ക് അങ്ങനത്തെ ഐറ്റംസേ ഉള്ളൂ. വണ്ടി ടാങ്ക് ഞാൻ കയറ്റി വെച്ചു. അതിൻ്റെ ലുക്ക് കണ്ടല്ലോ. ഫ്രണ്ട് RXൻ്റെ ഹെഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കയറി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഫ്രണ്ട് കാലിപ്പർ വെക്കണം, അതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ് കാലിപ്പർ വെച്ച് പമ്പ് ചെയ്താൽ ഫ്രണ്ട് സെക്ഷൻ മൊത്തം കഴിയും. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ടുള്ള ഏരിയയാണ്. ബാക്കിലത്തെ ടൈൽ സെക്ഷനാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ടാസ്ക്കാണ്. എന്താ ചെയ്യണം എന്നുള്ളത് പ്ലാൻ സത്യം പറഞ്ഞ ഇതുവരെ ഇല്ല. നമ്മൾ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ക്രക്സിൻ്റെ റീസ്റ്റോറേഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഉണ്ടല്ലോ, പക്ക RX 100 പോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടതും. എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ആംഗിൾ കണ്ടല്ലോ, ആംഗിൾ വണ്ടി പക്ക RX 100 ലുക്കാണ് സംഭവം കണ്ടല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് ക്രക്സ് ആണ് വണ്ടി, ക്രക്സ് S ആണ് വണ്ടി. ബാക്കിൽ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെടുത്ത് കളഞ്ഞു. വണ്ടി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ എന്ന് വേണം പറയാമെന്ന്. കാരണം ഒന്നിനും നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പുത്തം കിട്ടാത്തതുകൊണ്ട് പഴയ തന്നെ ഇടേണ്ടി വന്നു. ബാക്കി എല്ലാ ഐറ്റംസ് മാറ്റി. ഫ്രണ്ട് സെക്ഷൻ മുഴുവൻ RX ഡിക്റ്റോ ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ RX ആണെന്ന് തോന്നത്തുള്ളൂ. അതുപോലെ RX ഡിക്റ്റോ ആണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ NS 200 ഫുൾ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ മെയിൻ സംഭവം. പിന്നെ ഒരു ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RXൻ്റെ തന്നെ ഫ്രണ്ട് എംബളം, അതിൻ്റെ തന്നെ എംബളത്തിൻ്റെ ഹോൾഡർ, RXൻ്റെ തന്നെ ഹെഡ്ലൈറ്റ് ഹോൾഡറും ചെയ്തേക്കുന്നത്. RXൻ്റെ തന്നെ ഫുൾ സെറ്റ് മീറ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് സ്വിച്ച് സെറ്റ് വരുന്നത് സാറാ ക്രക്സിൻ്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഷോർട്ട് ബാർ ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സെക്ഷൻ വരുമ്പോൾ അത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് RXൻ്റെ മെയിൻ ലുക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പെയിൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും മിഡ് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ സ്വിഫ്റ്റ് മോഡൽ കാറുകളിൽ വരുന്ന മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ഇത് ചെറിയൊരു ഗ്രീനും കയറി വരും, ബ്ലൂവും കയറി വരും. നല്ല വെയിലത്തൊക്കെ നല്ല തിളക്കമായിട്ടിരിക്കും. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് 16 ഇഞ്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ SDVയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ ഫിനിക്സിൻ്റെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിൽ ഫുൾ RXൻ്റെ ടൈൽ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിക്റ്റും അതുപോലെ തന്നെ നമ്മുടെ RXന് വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫുൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നല്ല ക്ലീൻ ആൻഡ് കട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എന്നാ പറയണ്ട, ഒത്തിരി ഓൾട്രേഷൻ മാർക്കൊന്നും വേണ്ടി വന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്ക് ഇച്ചിരി പണിപ്പെട്ടു, പക്ഷേ ഫ്രണ്ട് ഫുൾ സെക്ഷൻ ഡയറക്റ്റ് ഫിറ്റ് ആണ്. വലിയ വള്ളിയൊന്നും ഇല്ലായിരുന്നു. ബാക്ക് നല്ല പണിയായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യുക. ക്ലാവിങ് കാര്യങ്ങൾ ചെയ്യണം ഞാൻ ചെയ്തേക്കുന്നത്. സംഭവം നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇളക്കോ കാര്യങ്ങളൊന്നും ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് എല്ലാ സാധനവും വർക്ക് ചെയ്യും. മീറ്റർ വർക്ക് ചെയ്യും, ഹെഡ്ലൈറ്റ് ചിലരൊക്കെ ചുമ്മാ അഡ്ജസ്റ്റ്മെൻറ്റിൽ തൊട്ടുപിടിച്ചത് അങ്ങനൊന്നും ഇല്ല. നല്ല ക്ലീൻ സെറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വരുന്നത് നല്ലൊരു സ്റ്റിക്കറിംഗ് വർക്ക് വരുന്നുണ്ട്. അപ്പം വണ്ടിക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. ടെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ സ്റ്റിക്കറിംഗ് വർക്ക് ചെയ്യുന്നതായിരിക്കും. വണ്ടിയുടെ ഓവർ ലുക്ക് ഉണ്ടല്ലോ. അപ്പം ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തിരിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലത്തെ വർക്ക്സിന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക. വെലിസ് വിശ്വാസാനി ഫ്രം TVM ഓട്ടോമോട്ടീവ്.